ഹലോ, വെൽക്കം ടു വാമീസ് മാം യൂട്യൂബ് ചാനൽ. ഇന്ന് ബിഗ് ബോസ് ഹൗസിലെ കഥ പറയുമ്പോൾ എന്ന ടാസ്കാണ്. എല്ലാവർക്കും രാവിലെ തന്നെ ഒരു പേപ്പറും പെന്നും കൊടുത്തിട്ടുണ്ട്. എല്ലാവരോടും കഥ എഴുതിയിട്ട് അത് സാബുവിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടാണ് ഉള്ളത്. ഇതിൻ്റെ അകത്ത് നല്ല അടിപൊളി കഥകളും എല്ലാവർക്കും ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് എഴുതേണ്ടത്. ബിഗ് ബോസ് ഹൗസ് അല്ല, ബിഗ് ബോസ് ഹൗസ് ഒരു എന്തായിട്ട് സങ്കല്പിച്ചിട്ട് അതിന്റെ ഉള്ളിലുള്ള ആൾക്കാരെല്ലാം വെച്ചിട്ടുള്ള ഒരു കഥ അതാ തയ്യാറാക്കേണ്ടത്. എല്ലാവരും മാക്സിമം കുത്താൻ കിട്ടിയ അവസരം എല്ലാവരും നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് അനീഷിന്റെ ചെന്നൈ മലർകൾ, അനുമോളം, അങ്ങനെ എല്ലാവരും നല്ല നല്ല അടിപൊളി കഥകളാണ് എല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് നല്ല അടിപൊളിയായിട്ട് അനുമോള കുത്തിയിട്ട് നല്ല അടിപൊളിയായിട്ട് കഥ പറഞ്ഞിട്ടുണ്ട് ആര്യൻ. അതുപോലെ തന്നെ നെവിന്റെ കഥ നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. ഒരു ഭ്രാന്താലയത്തിന്റെ അവനൊന്ന് 1-1-11 എന്നുള്ളതായിരുന്നു. പക്ഷെ അത് സാബു മാറ്റിയിട്ട് അവിടെ ത്രിശങ്കു അല്ല ഊ ആക്കിയിട്ടുണ്ട്. ത്രിശങ്കു എന്നാക്കിയിട്ടുള്ളത് ഇവളതാ ആദിലേണ്ടത് ത്രീ എന്തോ സർവൈവൽസ്ന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളതായിരുന്നു ആദിലേണ്ടത്. അത് മാറ്റിയിട്ട് ത്രിശങ്കു എന്നാക്കി 3 ഗേൾസിന്റെ ഒരു ഇതായിട്ട്. പക്ഷെ ആര്യന്റെ നല്ല അനുമോളെ ജിസേലിന്റെയും അവന്റെയും ഇതിലുള്ളത് നല്ലോണം അതിൻ്റെ അകത്ത് ഇതാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവളെ പേരെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു, ലക്ഷ്മിന്റെ. എന്നാ വലിയ മുതലാളി യൂണിവേഴ്സിറ്റിയോ വലിയ മുതലാളി കോളേജ് അങ്ങനെ എന്തുമായിരുന്നു ലക്ഷ്മിൻ്റെത്. നല്ല അടിപൊളി ടാസ്ക്, എല്ലാവരും പരസ്പരം ഇതാക്കാൻ പറ്റുന്നു. പക്ഷെ ഷാനവാസ് ഖാന്റെ ഈ അവതരണം നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും പരസ്പരം കുത്തിയിട്ടുണ്ട്. അക്ബറിനെയാണ് മാക്സിമം എല്ലാവരും കുത്തിയിട്ടുള്ളത്, അനുമോൾ, അക്ബർ, പിന്നെ ഷാനവാസ് ഖാനെ ചെറുതായിട്ട്, അനീഷിനെ ഇവർക്കാ നല്ലോണം കുത്ത് കിട്ടിയിട്ടുള്ളത്. എന്തായാലും സാബു നല്ല അടിപൊളിയായിട്ട് എല്ലാവരെ കൊണ്ടും അത് ടാസ്ക് നല്ല അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാത്തിന്റെ പേര് പറയുമ്പോൾ എല്ലാവർക്കും ബോറടിക്കും. പിന്നെ ഇന്നത്തെ ഇതിൻ്റെ അത് മുഴുവനായിട്ട് എന്തായാലും കാണിക്കാൻ പോകുന്നില്ല. എന്തായാലും ചെറുതായിട്ടേ കാണിക്കാൻ പോകുന്നുള്ളൂ. എന്തായാലും അവസാനം സമ്മാനം കിട്ടിയിട്ടുള്ളത് നെവിനും ആര്യനുമാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഞാൻ ഷോർട്സ് വീഡിയോസ് എല്ലാം ചേർക്കലുണ്ടായിരുന്നു. പക്ഷെ ലാലേട്ടൻ ഇതിൻ്റെ അകത്തുള്ളതെല്ലാം ഇങ്ങനെ കാണിക്കുന്നു എന്നല്ല പറഞ്ഞിട്ട് കഴിഞ്ഞ ഞാനൊരു പ്രൊമോ കാണിച്ചിട്ടില്ലേ. വെറുതെ അവരെ റൂൾസ് ഒന്നും തെറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഞാൻ ലൈവിൽ വന്നതിന് ശേഷം മാത്രമാണ് ഇതിന്റെ അപ്ഡേറ്റ്സ് തരുന്നത്. ലൈവിൽ വരുന്നതിന് മുന്നേ ഊഹിച്ചും ഇതാക്കിയിട്ടെല്ലാം ഓരോ അപ്ഡേറ്റ്സ് തരുന്നുണ്ട്. അതെല്ലാം വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ ലൈവിൽ കാണിക്കുന്ന കാര്യങ്ങൾ ഇതിൽ പറയുന്നതുകൊണ്ട് ഒരു തെറ്റില്ല. കാരണം ലൈവിൽ കാണിക്കുന്നതിന്റെ ഒരു 1/4 ഭാഗം മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ഷോയിൽ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇത് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. എന്നാ ഇത്രയേ ഉള്ളൂ. ബൈ.